ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴേ ഞങ്ങൾ ഇതിനെ വിധിയെപ്പറ്റി ഞങ്ങൾ സന്തോഷത്തോടെയാണുള്ളത്. BJP-യുടെ ആൾക്കാരും അവിടെ ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ട്. ഞാനവിടെ പോയതാണ്, കണ്ടതാണ്. എല്ലാവരും ഇവിടുന്ന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഏത് പാർട്ടി ആയാലും എല്ലാവരും, ജനങ്ങളായാലും എല്ലാവരും. നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ. ഛത്തീസ്ഗഡ് BJP നിങ്ങൾക്കൊപ്പമാണെന്നാണ് വിചാരിക്കുന്നത്? എന്ന് ഞങ്ങളിപ്പോൾ അതിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ലല്ലോ. ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ട്. ഉള്ളവരോടെല്ലാം ഞങ്ങൾ നന്ദി, അവരുടെ കൂടെ ഞങ്ങളും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഈ BJP നേതൃത്വത്തിന്റെ ഇടപെടലൊക്കെ അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന തരത്തിലാണ് സഭാ നേതൃത്വവും ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ പ്രതികരിച്ചത്. അപ്പം കുടുംബവും ആ കുടുംബത്തിന് അവരുടെ ഇടപെടലുകൾ ഒരു ആത്മാർത്ഥതയോടെയുള്ളതാണ് എന്ന് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടുന്നുള്ള നേതാക്കന്മാരും കാര്യങ്ങളും എല്ലാം ആത്മാർത്ഥതയോടാണ് എല്ലാവരും കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനവിടെ പോയി നിന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്, ഒരേ മനസ്സോടെയാണ് എല്ലാവരും ചെയ്യുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോഴും ഇതിലൊരു തരത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് ഈ കാര്യങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാവുന്നില്ലേ? നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഒന്ന് ജാമ്യം കിട്ടുക അല്ലെങ്കിൽ ആളെ കാണുക, അതാണ് ഞങ്ങളുടെ സന്തോഷം.